നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോന്ന് എനിക്കറിയില്ല. ഇതിപ്പോ രാത്രി മണി 8:15. എങ്ങനെയുണ്ട്? അടിപൊളി സൂപ്പർ വൈബ് അല്ലേ ഇവിടെ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാഴ്ചയായിട്ട് ഇങ്ങനെ വണ്ടി നിർത്തിയിടുമ്പം ഇവരിങ്ങനെ ക്രോസ് ചെയ്യുന്ന കാണാൻ നല്ല രസമായി. ഇതിങ്ങനെ വരണ കാണാൻ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ? കണ്ട നല്ല ചെറിയൊരു കട കേട്ടോ. എനിക്ക് ശരിക്കും ബാംഗ്ലൂർ ഒരു കടയിൽ വന്നിരുന്ന പോലെ തോന്നുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് മലയാളി വ്ലോഗർ. ഓരോ കാഴ്ചയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. ആ കഥയിലേക്ക്, വേൾഡ് മലയാളി വ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസുമായിട്ടാട്ടോ വന്നിരിക്കുന്നേ. ഞങ്ങള് ഈ ന്യൂ ഇയറില് പുതിയൊരു സിറ്റിയിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ന്യൂ ഇയർ ആണ്. ഇന്ന് ഞങ്ങള് ന്യൂ കാസിൽ സിറ്റിയിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. ഇത് ന്യൂ സൗത്ത് വെയിൽസിലാണ്. അപ്പൊ ന്യൂ സൗത്ത് വെയിൽസിൽ ന്യൂ കാസിലിൽ ന്യൂ ഹോമിലേക്ക് ഞങ്ങൾ ഇന്ന് താമസം മാറി. അപ്പൊ വീടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ ന്യൂ കാസിൽ സിറ്റിയില് ഹണ്ടർ വാലിയില് ഒരു അടിപൊളി ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആ ന്യൂ ഇയർ സെലിബ്രേഷന് പോവുകയാണ്. നിങ്ങളെയും ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ രാത്രി മണി 8:15. 8:15 വെളിച്ചം കണ്ടോ ന്യൂ കാസിൽ സിറ്റിയിൽ? ഇതാണ് ഇവിടുത്തെ സമ്മർ ടൈം. അപ്പോൾ ഈ രാത്രി 8 മണിക്ക് ഈ പരപരാ വെളിച്ചത്തിൽ ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേഷൻസ് കാണാൻ പോവാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് എലർമോർ വെയിൽ എന്ന് പറയുന്ന ഒരു സബർബിലാണ്. ഇവിടുന്ന് ന്യൂ കാസിൽ സിറ്റിയിലേക്ക് ഒരു 10-11 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. സിറ്റിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ ഓരോരോ വീഡിയോയിൽ വീതം നിങ്ങളെ കാണിച്ചു തരാം. ഇത്തരം അടിപൊളി സിറ്റിയാണോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം ഞാൻ വിചാരിച്ചു ബ്രിസ്ബെയിൻ എന്ന് വിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം ഞാൻ അഡ്ജസ്റ്റ് ആയി, കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഇവിടുത്തെ ഓരോരോ വിശേഷങ്ങൾ വീതം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇൻട്രോയിൽ ഞാൻ ന്യൂ ഹോം എന്ന് പറഞ്ഞത് പുതിയ വീട് മേടിച്ചു എന്നല്ല കേട്ടാ, പുതിയ റെന്റൽ ഹോമിലേക്ക് മാറിയെന്ന. പുതിയ റെന്റൽ ഹോം ആണെങ്കിൽ എന്താ, പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ? കിച്ചു ഇവിടെ ഇരിപ്പുണ്ട്, കണ്ണൻ ഇവിടെ ഇരിപ്പുണ്ട്, അച്ഛൻ ദേ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, എല്ലാരും ഉണ്ട്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ സിറ്റിയിലെത്തി കേട്ടോ. സിറ്റി ഫുള്ള് ന്യൂ ഇയറിൻ്റെ വൈബാണ്. അത് എല്ലാവരും കണ്ടില്ലേ? ഈ സിറ്റി ഒരു അടിപൊളി സിറ്റി കേട്ടോ. നമ്മൾ ഈ പോകുന്ന സ്ഥലം കണ്ടോ, എന്നോ രസമാണ് നോക്കി. ആ ബിൽഡിങ്ങുകളും അതിൽ ലൈറ്റും ഒക്കെ ഇട്ടിട്ട് എന്ത് രസമാണ് നോക്കി. അടിപൊളി അല്ലേ? നമ്മൾ പോരുന്ന വഴി ഇടയ്ക്ക് ഒരു കടയിൽ കയറിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റായി. നമ്മൾ എത്തിയപ്പോഴത്തേക്കും തന്നെ ഇവിടെ ഈ ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ ശരിക്കും കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇങ്ങോട്ട് വന്നത്. അപ്പം വേണ്ടത് സ്റ്റാർട്ട് ചെയ്തു. 9 മണിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും സ്റ്റാർട്ടായി. അപ്പം ഹണ്ടർ വാലി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അത് ഹണ്ടർ റിവറിൻ്റെ സൈഡാണ്. നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണിപ്പം. അത് ഈ വഴി കൂടെ കുറച്ചങ്ങ് നേരെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് കയറാമെന്നും പറഞ്ഞാണ് ഈ പോകുന്നത്. പക്ഷേ പാർക്കിംഗ് കിട്ടുമോ എന്നുള്ളത് ഭയങ്കര സംശയമാണ്. കാരണം അത്ര തിരക്കാണ്, മൊത്തത്തിൽ തിരക്കുണ്ട്. എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സിറ്റിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ പാർക്കിംഗ് കിട്ടാൻ എന്തായാലും നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഈ പോകുന്ന വഴിക്ക് ട്രാമും അതും ഇതും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. നമ്മളിപ്പോൾ തിരക്കിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ശ്രീ പറഞ്ഞു എന്നെ സൈഡിൽ ഇറക്കി വിടാം, ഞാൻ പോയി വീഡിയോ എടുത്തോ, നീ കണ്ടോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സൈഡിൽ ഇറങ്ങിയിട്ട് ഞാൻ അങ്ങ് പോകും. അവർ കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു. സംഭവം കാണാൻ എത്ര പേരാണ് ഇവിടെ നേരെ നിൽക്കുന്നത്. സിഡ്നിയിലെ മെൽബണിലെയൊക്കെ ഫയർ വർക്സിൻ്റെ അത്രയൊന്നും വരത്തില്ലെങ്കിലും ന്യൂ കാസിലെ നമ്മളിപ്പോൾ ന്യൂ കാസിൽ എത്തിയല്ലേ ഉള്ളൂ. അപ്പോൾ ന്യൂ കാസിലെ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഫയർ വർക്ക്സാണ്. പിന്നെ പബ്ബും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ പബ്ബിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഫയർ വർക്ക്സ് കണ്ട് സന്തോഷിക്കാം. എത്ര ആളുകളാണെന്നറിയോ? ഹണ്ടർ റിവറിൻ്റെ സൈഡിൽ ഫുള്ള് തിങ്ങി നിറഞ്ഞ ആളുകളാണിത് കാണാൻ വേണ്ടിയിട്ട്.
എനിക്കറിയാം ഇത് സിഡ്നിയിലെ മെൽബണിലെ ഒന്നും ഫയർ വർക്സിൻ്റെ അയൽവക്കത്ത് വരത്തില്ലായിരിക്കും, പക്ഷേ എന്നാലും ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് കാണുന്നത്. ബ്രിസ്ബെയിനിൽ ഞാനൊരു വട്ടം ഫയർ വർക്സ് കാണാൻ പോയിട്ടുണ്ട്. അത് ന്യൂ ഇയറിനല്ല, അല്ലാണ്ട് ഒരു വട്ടം പോയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ന്യൂ ഇയർ ഈവനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പം അത്രയും തിങ്ങി നിറഞ്ഞ ആളുകളും ഒക്കെ ആയിട്ട് അതൊരു വല്ലാത്ത വൈബായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ! എന്നെ അടിപൊളിയായിരുന്നു അല്ലേ? ഞാൻ ആ പുഴ കാണിച്ചു തരാം കേട്ടോ. അണ്ടർ റിവർ എന്നാണ് പേര്. എൻ്റെ കര മുഴുവൻ ആളുകൾ ഇങ്ങനെ നിരന്നിരിക്കുമോ. ഈ ഫയർ വർക്ക്സ് കഴിഞ്ഞിട്ട് ആളുകളെല്ലാം തിരിച്ചു പോകുന്ന കേട്ടോ. കാരണം ഇത് കണ്ടോ, ഇവിടെ പല വേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്ന ആളുകളെ കണ്ടോ, ന്യൂ ഇയർ സെലിബ്രേഷൻസിന് വേണ്ടിയിട്ട്. എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഫ്ലാറ്റുകളാണ്, അപ്പാർട്ട്മെൻറ്റ്സ് ആണ്, റിവർ ഫ്രണ്ട് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ആണ് എല്ലാം. രസമുണ്ട് ഇവർ ഒരുങ്ങി നിൽക്കുന്നത് കാണാം. ഇവിടെ ശരിക്കും ഉണ്ടല്ലോ ഒത്തിരി ലേറ്റ് നൈറ്റിലെ ആളുകൾ അങ്ങനെ എണീറ്റിരിക്കില്ല എന്ന് തോന്നുന്നു. 9 മണിയായപ്പോൾ തന്നെ ഈ ഫയർ വർക്ക്സ് നടന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ ഫുള്ള് ഭയങ്കര തിരക്കാട്ടോ. ഞാൻ കാറ് നോക്കി നിൽക്കുകയാണ്. ശ്രീ കാർ എവിടെയോ കൊണ്ട് പാർക്ക് ചെയ്തായിരുന്നു, അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ. കാറ് വരുന്നിടം വരെ ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് ഞാനിങ്ങനെ നിൽക്കുക. ഇവരിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനെ വായനോട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീ വന്നു. ബാക്കി ഞാൻ ഈ കാറിലിരുന്ന് നോക്കാം. കണ്ടൊരു ട്രാം വരുന്നുണ്ടേ, നല്ല രസമാണ് ഇങ്ങനെ വരണ കാണാൻ. ഇവിടെ മിക്കവരും യൂസ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സൈക്കിൾ. നല്ല രസമാണ്. ആദ്യമായിട്ട് ഇതിങ്ങനെ പാക്ഡ് കേട്ടോ. ന്യൂകാസിൽ സിറ്റി. എനിക്ക് ഇവിടെ എന്താണെന്നറിയാമോ ഇത്ര ഇഷ്ടപ്പെട്ടത്, കുറച്ച് ആളും തിരക്കും ഒക്കെ ഉണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ച് ആളും തിരക്കും ഒക്കെ കാണുന്നതാണ് കുറച്ചും കൂടെ സന്തോഷം. ബ്രിസ്ബെയിൻ ഭയങ്കര ഉറങ്ങിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ കുറച്ചും കൂടെ ലൈവ്ലി ആയിട്ട് ആളുകളിങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ പുറത്തിറങ്ങി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാം നല്ല പഴയ കെട്ടിടങ്ങളാട്ടോ ഇവിടെ. ഭയങ്കര പഴയ ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇതാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട അതൊരു ഹോട്ടലാട്ടോ. ഇതിന്റെ മുകളിൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി സൂപ്പർ വൈബ് അല്ലേ ഇവിടെ. ഇതിങ്ങനെ വരണ കാണാൻ എനിക്ക് എന്തൊരു ഇഷ്ടം അറിയാം. കണ്ടോ, ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്. ഇവിടെ ഹെറിറ്റേജ് സിറ്റിയാണിത്. ഇവിടെ പഴയ ബിൽഡിങ്ങുകൾ പൊളിക്കാൻ പറ്റില്ല. 100 years കൂടുതലുള്ള ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കാതെ സൂക്ഷിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലും അങ്ങനെ കേട്ടോ. ഇവിടെ പല ഭിത്തികളിലും ഇതുപോലെ വാൾ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്ങുകളാണ്. പകൽ സമയത്ത് ഇത് കാണാൻ നല്ല രസമാണ്. ഒരു വാളും വെറുതെ വിട്ടിട്ടില്ല. എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെയിൻറ്റിങ്ങുകളുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആ ഫുഡ് സ്ട്രീറ്റ്. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് നോക്കാം കേട്ടോ. ജയ്പൂർ റക്സൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ അത് ഈ സ്ട്രീറ്റിൽ ഇഷ്ടംപോലെ ഇന്ത്യൻ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതേ ഈ സ്ട്രീറ്റിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല നല്ല കടകളുണ്ട് കേട്ടോ.
ഇതൊക്കെ ഇന്ത്യൻ ആട്ടോ. റാറ്റ്സ് കോർണർ. അതൊരു പബ്ബാണേ. അപ്പൊ ഞങ്ങള് ഫുഡ് സ്ട്രീറ്റില് ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങളൊക്കെ വീട്ടില് സേഫ് ആയിട്ട് ഈ പുതുവത്സരം നിങ്ങൾ ആഘോഷിക്കുകയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയിലെ എല്ലാവരുടെയും കിച്ചന്റെയും കണ്ണന്റെയും ഒക്കെ വക നിങ്ങൾക്ക് പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ അടിപൊളി ഡെക്കാൻ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓതൻറ്റിക് ഇന്ത്യൻ ഫുഡ് ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ വാതിൽ കൂടെ കയറിയുള്ളൂ. നല്ല കൊതിപ്പിക്കുന്ന ബിരിയാണിയുടെ മണം വന്നു കേട്ടോ. കുറേ നാളായി ബിരിയാണി തിന്നിട്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഇങ്ങോട്ട് കയറി കളയാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടല്ലോ ഇതേ വോൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ വോൾസ് ഒന്നും വെറുതെ വിടത്തില്ല എന്ന് കേട്ടോ. ഇവിടെയൊക്കെ വോൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് ഒരുപാട് പേര് ഇതിൻ്റെ ഇവിടെ ഒരു ആഹാരം കഴിക്കുന്നുണ്ട്. ഇതല്ല കേട്ടോ, ഇത് പുറത്തെ ഡൈനിങ് ആണ്. ഇത് എഴുതിയിട്ടുണ്ട് ഡെക്കാൻ ഫ്ലേവേഴ്സ്. കൊച്ചുകട, നല്ല ചെറിയൊരു കട കേട്ടോ. എനിക്ക് ശരിക്കും ബാംഗ്ലൂർ ഒരു കടയിൽ വന്നിരുന്ന പോലെ തോന്നുന്നത്. എലർമോർ വേ. एक बार कस्टमर आ जाएगा तो बार बार आएगा. एक बार टेस्ट देखिए तो फिर बार बार आएगा. खुशबू इतना अच्छा था. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. നല്ല സമ്പൽ സമൃദ്ധിയും സമാധാനവും ഒക്കെയുള്ള ഒരു പുതുവർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ 2025. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു ഓസ്ട്രേലിയൻ വിശേഷവുമായി വീണ്ടും കാണുന്നത് വരെ ദിസ് ഈസ് ശ്രീജിത്ത് സൈനിങ് ഓഫ്.